ഇച്ചിരി ശർക്കര വരട്ടി ഉണ്ടാക്കാൻ ഏത്തയ്ക്ക റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകി കറയൊക്കെ കളഞ്ഞ് വെള്ളമൊക്കെ തുടച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനി അരിഞ്ഞെടുക്കണം. ഏത്തയ്ക്ക ഒരേ വലുപ്പത്തിൽ അരിഞ്ഞ് വറുക്കുന്നതിനായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ട് അറ്റവും അരിഞ്ഞതാണ്. ചെറുതായിട്ട് ഉള്ള കഷ്ണങ്ങളാണ് ഇങ്ങേപ്പുറത്ത് വെച്ചിരിക്കുന്നത്. ഇതോടൊപ്പം വറുത്ത് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അത് ലാസ്റ്റിൽ വറക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. എണ്ണ ഒഴിച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി. ഇനി നമുക്ക് ഇത് കുറേശ്ശെയായിട്ട് അങ്ങോട്ട് വാരിയിടാം. തീ കൂട്ടി വെച്ച് നമ്മൾ ഇട്ടത് ഇനി ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേനും തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചെറുതെ കിടന്നത് വറുത്തെടുക്കണം. നല്ല നിലയിലാകാൻ വേഗത്തില്ല. മൂത്ത് വരുന്നുണ്ട്. ഇതൊരു തീങ്ങുന്ന ഒരു സൗണ്ട് പോലെ വരും. ഇങ്ങനെ കംപ്ലീറ്റ് മൂപ്പായില്ലാകം ഇച്ചിരി കൂടെ മൂക്കണം. സ്വല്പം നേരം കൂടി ഇട്ടിട്ട് നമുക്ക് കോരിയെടുക്കാം. മൂത്തിട്ടുണ്ട്. നല്ലപോലെ സൗണ്ട് വരുന്നുണ്ട്. മൂത്ത് കിലിയിലാന്നുള്ള സൗണ്ട് വരുന്നുണ്ട്. കോരിയെടുക്കാണെങ്കിൽ ഇതുപോലെ ബാക്കിയിരിക്കുന്ന ഇതും കൂടെ ഇതുപോലെ വറുത്തെടുക്കാം. ഏത്തയ്ക്ക എല്ലാം വറുത്തെടുത്തു. ഇനിയും ഈ ഏത്തയ്ക്ക ഇവിടെ ഇരുന്ന് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ മറ്റ് ശർക്കര പാനിയും മറ്റ് ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ചേർക്കാൻ ഒക്കെയുള്ളൂ. ഏത്തയ്ക്ക വറുത്തത് ആറുമ്പോഴേക്കും നമുക്ക് അല്പം അരി വറുത്തെടുത്ത് പൊടിച്ച് വെക്കാം. കായ് വറുത്തത് ഏകദേശം ഒരു 250 ഗ്രാമോളം ഉണ്ട്. അതിന് ഞാൻ ഒരു 200 ഗ്രാമോളം ശർക്കര എടുത്ത് അല്പം വെള്ളം ഒഴിച്ച് അത് പാനിയാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അത് അലിഞ്ഞതിന് ശേഷം അരിച്ച് എടുത്ത് ഉപയോഗിക്കാം. അത് ചൂടാകുമ്പോഴത്തേനും ചുക്കും ജീരകവും അല്പം ഏലക്കായും കൂടെ പൊടിച്ചെടുക്കാം. ശർക്കര പാനിയാക്കി ഇതിലേക്ക് അരിച്ചൊഴിച്ചതാണ്. ഇനി ഇത് നമുക്ക് ചൂടാക്കി ഒരു നൂൽ പരുവത്തിന് ആക്കിയെടുക്കണം. സാവകാശം ചെറിയ തീയിൽ അത് പാകപ്പെടുത്തിയെടുക്കണം. ശർക്കര ഏതാണ്ട് പാകമായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് റെഡിയായെന്ന് നോക്കാം. ശർക്കര ഒരു നൂൽ പരുവത്തിന് ഇങ്ങനെ പാകമായിട്ടുണ്ട്. കായ് വറുത്തിടുന്നതിന് മുമ്പ് അല്പം ചുക്കും ജീരകവും പൊടിച്ചതും കൂടെ ഈ ശർക്കരയ്ക്കകത്ത് ഇട്ടിട്ട് കായ് വറുത്തിടാം. ശർക്കരയിലേക്ക് അത് നേരത്തെ അല്പം ഇട്ട ശർക്കരയ്ക്കകത്തുള്ളത് യോജിച്ച് കായിലേക്ക് തിരിക്കും. ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്കും ജീരകവും ഏലക്കായും കൂടെയുള്ള മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടി പൊടിച്ച് വെച്ചിരിക്കുന്നത് വറുത്ത് പൊടിച്ച അരിപ്പൊടി
ഫൈനലി ചക്കര പരട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദുള്ള ചക്കര പരട്ട്.